മാജിക് അവനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ പലതരം ചിക്കൻ്റെ വിഭവങ്ങളും വ്യത്യസ്തമായ സ്മൂത്തിയും ഒക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആൾക്കാർക്ക് പലതരം വിഭവങ്ങൾ പരീക്ഷിക്കുന്നത് ഇഷ്ടമാണ്. പരീക്ഷിക്കുക മാത്രമല്ല, കഴിക്കാനും ഇഷ്ടമാണ്. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അത് ഇഷ്ടമല്ലേ, വ്യത്യസ്തമായ രുചിഭേദങ്ങൾ. അപ്പോൾ എന്തായാലും പുഡിംഗ് എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ഐറ്റം വളരെ ഫേവറേറ്റാണ് എല്ലാവരുടെയും. ഒരു പക്ഷേ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നാൽ മുതിർന്നവർക്കും ഇഷ്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്തായാലും അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഒരു ഒക്കേഷൻ, ആരെങ്കിലും നമ്മൾ വിരുന്നിന് വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിൽ ഒക്കെ നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ലഞ്ചാകാം, അത് ഉച്ചയ്ക്കുള്ള ഊണാകാം, അല്ലെങ്കിൽ രാത്രിയുള്ള ഭക്ഷണമാകാം, അത്താഴമാകാം, എന്താണെങ്കിലും നമ്മൾ അവസാനം ഒരു മധുരം കൊടുക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഒരു ചിട്ട പോലെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു ഹോട്ട് പുഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു കോൾഡ് പുഡിംഗ് ആകാം, ഒന്നുമില്ലെങ്കിലും ഒരു ഐസ്ക്രീമെങ്കിലും വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമ്മൾ വീട്ടമ്മമാർ തയ്യാറാക്കുന്ന വിഭവങ്ങൾ. അപ്പോൾ എന്തായാലും പുഡിംഗ് എല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പുഡിങ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫേവററ്റ് പുഡിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ. കാരണം ഇതൊരു കോക്കനട്ട് പുഡിങ്ങാണ്. ഈ കോക്കനട്ട് പുഡിങ്സ് പൊതുവെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. കേരളത്തിൻ്റെ ഒരു തനതായ ഒരു രുചിയാണെന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ധാരാളമായിട്ട് നാളികേരവും ടെൻഡർ കോക്കനട്ട്, അതായത് കരിക്കുമുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ കേരം ധാരാളം. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇപ്പോൾ പുറത്തുനിന്ന് വിദേശികൾ വന്നാലും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നാലും ഒക്കെ നമ്മളുടേതെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു ആധുനികമായ ഒരു കാര്യമാണ് ഒരു കോക്കനട്ട് സൂഫ്ലയോ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് പുഡിങ്ങോ ഒക്കെ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണിത്. ഇത് നമ്മളൊരു 2 ലെയർ പുഡിങ്ങാണ്. 2 ലെയർ എന്ന് പറയുമ്പോൾ 2 നിലകളായുള്ള പുഡിങ്, അല്ലെങ്കിൽ 2 ലെയറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 2 നിറത്തിൽ, 2 ഡിഫറെൻറ്റ് ടെക്സ്ചറിൽ. അപ്പോൾ ഒരു വൈറ്റ് കളറും ഒരു ഗ്ലാസ് കളറുമായിട്ട് വരുന്ന ഒരു കോക്കനട്ട് പുഡിങ്. അപ്പോൾ ഇതൊരു കോക്കനട്ട് ഗ്ലാസ് പുഡിങ് എന്ന് നമുക്ക് പേരിടാം. അപ്പോൾ ഇത് ടെൻഡർ കോക്കനട്ട് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ടെൻഡർ കോക്കനട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിക്ക് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലെയറിന് വേണ്ട ചേരുവകൾ: കരിക്കിൻ്റെ വെള്ളം 2.5 കപ്പ്, ജലറ്റിൻ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, കരിക്കിൻ്റെ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ജലറ്റിൻ കുതിർക്കാൻ ആവശ്യമായ വെള്ളം 1/2 കപ്പ്. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ട ചേരുവകൾ: മിൽക്ക് മെയ്ഡ് 1 ടിൻ, ജലറ്റിൻ 1 ടേബിൾ സ്പൂൺ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ 2 കപ്പ്. ഇനി ജലറ്റിൻ കുതിർക്കാൻ ആവശ്യമായ വെള്ളം 1/4 കപ്പ്. അപ്പോൾ നമ്മളുടെ 2 ലെയർ ആയിട്ടുള്ള കോക്കനട്ട് ഗ്ലാസ് പുഡിങ് തയ്യാറാക്കി തുടങ്ങാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കരിക്കാണെങ്കിൽ നമ്മളൊരു വലിയ കരിക്കാണെങ്കിൽ 2 കരിക്ക്, ചെറുതാണെങ്കിൽ 3 എണ്ണം. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം 2.5 കപ്പ്. നമ്മൾ കുടിക്കാൻ എടുക്കുന്ന അതേപോലെ നല്ല സ്വീറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്, മധുരമുള്ള കരിക്കാണെങ്കിൽ. അപ്പോൾ അതൊരു 2.5 കപ്പ് അളന്ന് മാറ്റി വയ്ക്കുക. പിന്നെ കരിക്കിൻ്റെ അകത്തുള്ള ഭാഗം, അത് കുറച്ച് വഴുമ്പലാണെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി സോഫ്റ്റ് ആൻഡ് ഒരുപാട് കട്ടിയായത് വേണ്ട, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉൾഭാഗമാണ് നമുക്ക് വേണ്ടത്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം. കട്ടി തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ ഏതാണ്ട് 2 തേങ്ങയുടെ പാല്, 1/4 പാല്, നല്ല കുറുകിയ പാല് 2 കപ്പ്, അതും റെഡിയാക്കി വയ്ക്കണം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മധുരം ആവശ്യാനുസരണമാണ്. ഈ നമ്മുടെ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം പോലെ ഇരിക്കും. അത് നല്ല മധുരമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ക്രമീകരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജലറ്റിൻ 2 ഭാഗം, അതായത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് ഒരു ലെയറിന് വേണ്ടത്. പിന്നെ സെക്കൻഡ് ലെയറിന് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏതാണ്ട് ഒരു 1/2 കപ്പ് അടുപ്പിച്ച് ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളം ഒഴിക്കും. 1/2 കപ്പ് വേണമെന്നില്ല, ഏകദേശം ഒരു 1/4 മുതൽ 1/4 കപ്പും ഇച്ചിരി കൂടെ ചേർത്താലും മതിയാകും. എപ്പോഴും ജലറ്റിൻ വെള്ളത്തിലേക്ക് തിരിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾക്ക് വേണ്ടത്, ഞാനിപ്പോൾ തിരിച്ചാണ് ചെയ്തത്, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ കാര്യം എന്താ വെച്ചാൽ മെഷർ ചെയ്ത് വെച്ചിരുന്നതാണല്ലോ, അളന്ന് വെച്ചതുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. സാധാരണ വെള്ളത്തിലേക്ക് ജലറ്റിൻ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ എടുത്തതിൽ ഒരു 1/4 കപ്പോളം, അത്ര തന്നെ വേണമെന്നില്ല, ഏകദേശം 1/4 കപ്പ്, 1/4 കപ്പിൻ്റെ പകുതി ആയാലും മതി ഐസ് വാട്ടർ. അപ്പോൾ ഇത് രണ്ടും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും കുതിരട്ടെ. അത് കഴിഞ്ഞിട്ട് അത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ അലിയിച്ചെടുക്കും. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ഇനി ഒരു പ്രധാന കാര്യം, ഇതാണ് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം. കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് പഞ്ചസാര ചേർത്തൊന്ന് അലിയിക്കാം. അപ്പോൾ ഇത് 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം അളന്ന് വെച്ചതാണ്. അതിലേക്ക് ഞാൻ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ചേർക്കും.
ഇത് നല്ല മധുരമുള്ള കരിക്കായിരുന്നു, അതുകൊണ്ട് എത്രത്തോളം പഞ്ചസാര വേണമെന്ന് 4 വേണ്ടി വരില്ല ചിലപ്പോൾ. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാണ് 3 to 4 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ, 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര. പിന്നെ തീരെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 5 ആകാം. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് അലിയട്ടെ, ഒരു സൈഡിലേക്ക് വയ്ക്കുക, അലിഞ്ഞ് വരട്ടെ. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ജലറ്റിൻ കുതിർന്ന് കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആദ്യത്തെ സെറ്റ്, അതായത് 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ 1/4 കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി തണുത്ത ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചതാണ്. ഇനി ഇതൊന്ന് ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വരും. അതാണ് ആദ്യം നമ്മൾ അലിയിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളത്തിൽ ചേർത്തത്. അത് ഏതാണ്ട് അലിഞ്ഞു കഴിഞ്ഞു. പക്ഷേ 4 ടേബിൾ സ്പൂൺ തന്നെ വേണം. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണാണ് അളവ് പറഞ്ഞത്. 4 to 5, 4 മുതൽ 5 വരെയാണ് കണക്ക്. ഇതിപ്പോൾ 4 മതിയാകും. നല്ല മധുരമുള്ള കരിക്കിൻ്റെ വെള്ളം. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ തിളയ്ക്കാൻ പോകുന്നു. ജലറ്റിൻ, കുതിർന്ന ജലറ്റിൻ ഇറക്കി വയ്ക്കും. ഇപ്പോൾ ജലറ്റിൻ ചെറുതായി അലിഞ്ഞ് തുടങ്ങുന്നു. ഇനി ഒരു സൈഡിൽ നിന്ന് അലിഞ്ഞു തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു തേനിൻ്റെ രൂപത്തിലേക്ക് മാറും. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ 4 വലിയ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം അലിയിച്ചത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ ജലറ്റിൻ, അതിനോടൊപ്പം തന്നെ കരിക്കിൻ്റെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പീസസ് പിടിച്ച് ആദ്യം കരിക്കിൻ്റെ പീസ് ആയിക്കോട്ടെ. കരിക്കിൻ്റെ പീസെല്ലാം ചേർത്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ അലിയിച്ചെടുത്ത 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ നന്നായിട്ട് ഇളക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ. ഇനി പ്രത്യേകിച്ച് എസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇതിൽ. എന്നാലും ഇതൊരു സൈഡിലേക്ക് മാറ്റി. ഇത് പെട്ടെന്നൊന്നും സെറ്റായി പോവില്ലല്ലോ. ഇതെന്തായാലും ഒന്ന് ആക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മാറ്റി കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു ട്രേയിലേക്ക്, പുഡിംഗ് ഡിഷ് ഏതാണോ, ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഫ്രീസറിലേക്ക് വയ്ക്കുക. അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറിന് നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണ്. അതിലേക്ക് സെക്കൻഡ് ലെയറിന് ആവശ്യമുള്ള ജലറ്റിൻ, ഇത് 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ, 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പോളം തണുത്ത വെള്ളത്തിൽ കുതിർത്തത് അത് അതിനകത്തേക്ക് വെക്കാം. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മളുടെ ഫസ്റ്റ് ലെയർ ഈ പുഡിംഗ് പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ കോക്കനട്ട് ഗ്ലാസ് പൊടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ ഗ്ലാസ് പോലെ ഇരിക്കും. ഗ്ലാസ് പോലെ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടിരിക്കും. അതായത് കണ്ണാടി മാതിരി എന്ന് പറയില്ല, അതുപോലെ ഒഴിച്ച് വയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റുന്നു, പെട്ടെന്നൊന്ന് സെറ്റ് ആകാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ സെക്കൻഡ് ലെയറും തയ്യാറാക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു. പിന്നെ ഇനി സെക്കൻഡ് ലെയറിന് നമ്മൾ 2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ മിൽക്ക് മെയ്ഡിൽ എത്ര മധുരമുണ്ടോ അത്ര മധുരം മതി. ഇത് 1 ടിൻ മിൽക്ക് മെയ്ഡ് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് യോജിക്കും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടിൻ. അപ്പോൾ ഇതലിഞ്ഞ് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ആ യോജിച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാകും. ഇത് എക്സ്ട്രാ പഞ്ചസാരയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിന് ഒറ്റ കാര്യമേ ചേർക്കുന്നുള്ളൂ. നല്ല കോക്കനട്ട് ഫ്ലേവറാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ജലറ്റിൻ ചേർക്കും. അപ്പോൾ കുതിർന്ന ജലറ്റിൻ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ 1/4 കപ്പ് തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് അലിയിച്ചതാണ്. അതിലേക്ക് ഒഴിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ലെയർ. അപ്പോൾ ഇത് റിവേഴ്സിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലേക്കാണിത് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ മേളത്തെ ഭാഗം നല്ല വൈറ്റ് കളറും ഒരു ക്രീമിഷ് കളറും, താഴത്തെ ഭാഗം അത് ഇച്ചിരി ഇത് ക്രീമിയാണ്, താഴത്തെ ലെയർ ഗ്ലാസ് മാതിരി ആയിരിക്കും. ഇനി ഇത്
തിരിച്ച് ചെയ്യാം വേണമെങ്കിൽ. അതായത് ഇതൊരു ഫസ്റ്റ് ലെയർ ആക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഒരു ഗ്ലാസ് ലെയർ ഉണ്ടാക്കി ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇനി ഇതിലിപ്പോൾ നമ്മൾ ജെലറ്റിനാണ് ചേർത്തിരിക്കുന്നത്, വേണമെങ്കിൽ ചൈന ഗ്രാസിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ തന്നെ ജെലറ്റിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടുകയാണെങ്കിലും അതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇത് പക്ഷേ കുറച്ചുകൂടി ഒരു ക്രീമി ആയിട്ട് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ടെക്സ്ചറായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തത്. താഴെ ഗ്ലാസ് ലെയറും മേളിൽ ക്രീമി ലെയറും. കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജെലറ്റിൻ്റെ അളവ് കൂട്ടി ചെയ്യുകയോ അതല്ലെങ്കിൽ ചൈന ഗ്രാസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് താഴത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യുക, മേളത്തെ ലെയറായിട്ട് ഗ്ലാസ് ലെയറും സെറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലൊക്കെ പരീക്ഷിക്കാം. അപ്പോൾ കാഴ്ചയിലുള്ള ഭംഗി തിരിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സെറ്റായി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ സെക്കൻഡ് ലെയർ ഒഴിക്കും. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. നന്നായിട്ട് ഉറച്ചു, ഓൾമോസ്റ്റ് നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞു. കണ്ടല്ലോ, ഒരു ജല്ലി മാത്രം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. അപ്പോൾ ഞാൻ പറഞ്ഞ റിവേഴ്സ് മോഡലാണെങ്കിൽ ഈ താഴത്തെ ഭാഗം നന്നായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതായിരിക്കും. അപ്പോൾ കാണുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു കളറിലൊരു കാര്യം, മുകളിലെ ഗ്ലാസ് മാതിരി നല്ല മനോഹരമായ അലങ്കാരം പോലെ പോകും. ഇനി നമ്മൾ ആ സെക്കൻഡ് ലെയറിലെ ക്രീമി പാർട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് കാണാമല്ലോ, 2 ലെയർ. താഴെ ഒരു ലെയർ ഗ്ലാസ് ലെയർ, മേളിലൊരു ക്രീമി ലെയർ. അങ്ങനെ ലെയർ ഒരു ഗ്ലാസ് ലെയർ കോക്കനട്ട് ഗ്ലാസ് ലെയർ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി ഒന്ന് സെറ്റായാൽ മാത്രം മതി. ഇനി വീണ്ടും സെക്കൻഡ് ലെയർ ഒഴിച്ചു. ഇനി വീണ്ടും ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാം. അതല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാലും കുറച്ച് നേരം ഇരുന്ന് സെറ്റായി. കൂടുതൽ സമയമെടുക്കും, ഇതാകുമ്പോൾ പെട്ടെന്ന്. കോക്കനട്ട് ഗ്ലാസ് പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 ലെയറിൽ താഴെ ഒരു ഗ്ലാസ് ലെയർ മാതിരി ഒരു ലെയർ, അതിൻ്റെ മേളിലായിട്ടൊരു ക്രീമി ആയിട്ടുള്ളൊരു ലെയർ. അപ്പോൾ ഇത് നമ്മൾ മേളത്തെ ലെയറിന് 1 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം എന്നാലും കുറച്ച് ക്രീമി ആയിരിക്കും. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ജലറ്റിൻ മാത്രം ചേർത്തും ഇത് ചെയ്യാം മേളത്തെ ലെയർ. അപ്പോൾ കുറച്ചുകൂടി ക്രീമി ആയിരിക്കും, പക്ഷേ കട്ട് ചെയ്യാൻ പറ്റില്ല, ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ അത്യാവശ്യം നമുക്കൊന്ന് കട്ട് ചെയ്യാനും സാധിക്കും.